ഇതാണ് വീട് വരെ നിർമ്മിക്കാൻ പറ്റുന്ന നമ്മുടെ റോബോട്ടിക് പ്രിന്റർ. ഇപ്പോൾ നമ്മളിവിടെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഫർണിച്ചറാണ്. ഇത് നമ്മൾ 3D പ്രിന്റിംഗ് ചെയ്തിട്ടുള്ള ഒരു ഡെമോ സ്ട്രക്ചറാണ്. ഇത് കോൺക്രീറ്റ് 3D പ്രിന്റിംഗ് ആണ്. ഇതിന്റെ ഡിസൈൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതൊരു വി പാറ്റേൺ ആണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോൺക്രീറ്റ് 3D പ്രിന്റിംഗ് ഫർണിച്ചർ കമ്പനിയാണ് നമ്മുടെ. ഇതൊരു ആർച്ച് ഷേപ്പിലുള്ള ഒരു ലാൻഡ്സ്കേപ്പ് സീറ്ററാണ്. ഇത്രയും നാൾ നമ്മൾ കണ്ടുവരുന്നത് ഒരു കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് വീടുകൾ പണിതെടുക്കുകയാണ്. നമ്മൾ ഇവിടെ ചെയ്തതെന്നുണ്ടെങ്കിൽ ഒരു പ്രിന്റ് ചെയ്തെടുക്കുകയാണ്. റോബോട്ടുകൾ അല്ലെങ്കിൽ ഈ മെഷീനുകൾ നമ്മൾ സൈറ്റിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് പ്രിന്റ് ചെയ്യാം. നമ്മൾ 3D കോൺക്രീറ്റ് പ്രിന്റിംഗ് എന്ന് കേൾക്കുമ്പോൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യേണ്ടായിരിക്കുക. വളരെ ഈസി ആയിട്ടും വളരെ ചിലവ് കുറഞ്ഞും നമുക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റും. ഈ പ്രിന്റർ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ ആം സൈസ് എന്ന് പറയുന്നത് 2.8 സൈസിലാണ് നമുക്ക് ഇതിന്റെ ആം സൈസ് വരുന്നത്. നമുക്ക് ഇത്രയും വലുപ്പത്തിലുള്ള ഒരു 360 ഡിഗ്രിയിൽ നമുക്കിത് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ് സെന്റർ. ഇവിടെ നമ്മൾ കോൺക്രീറ്റ് 3D പ്രിന്റിംഗ് വെച്ചിട്ട് കുറേയധികം പ്രൊഡക്റ്റുകൾ നമ്മളിവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാനും ഇതിനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ് ഇതിൻ്റെ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ ഇതൊക്കെ മനസ്സിലാക്കാനും വളരെയധികം ഉപകാരപ്പെടും. എൻ്റെ പേര് സണ്ണി ഡേവിസ്. കോൺഫേസ് എന്ന് പറയുന്ന ഒരു കോൺക്രീറ്റ് 3D പ്രിന്റിംഗ് സ്ഥാപനം നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഒരു ഡെമോ നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ മുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഫാക്ടറി തുടങ്ങിയിരിക്കുന്നത്. ഇത് ആർക്കിടെക്ട് രോഹിത് നമ്മുടെ ഡിസൈൻ പാർട്ട്ണറാണ്. ഇദ്ദേഹമാണ് നമ്മുടെ ഡിസൈനിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. നമുക്കിവിടെ നിലവിൽ കോൺക്രീറ്റ് പോട്ട് മുതൽ നമുക്കൊരു വലിയൊരു ബിൽഡിംഗ് സ്ട്രക്ചർ വരെ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാം. അതിനനുസരിച്ചുള്ള മെഷീനറീസൊക്കെ നമുക്കിന്ന് നമ്മുടെ ഫാക്ടറിയിലുണ്ട്, നിലവിലുണ്ട്.